നാരായണ 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫലഃ സർവധാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യഃ ദാസോഹം തവ കേശവ. ശുഗരൂപപ്രബോധജ്ഞാ സർവശാസ്ത്രവിശാരദാ ഏതത്കഥാപ്രകാശേന മദജ്ഞാനം വിനാശയാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. നാരായണ 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 കീർത്തനം ഗോവിന്ദ. ശ്രീഗുരും കരുണാമൂർത്തിം വന്ദേ സർവശുഭാസ്പദം. യേന ജ്ഞാനപ്രകാശേന ദർശിതം ഭഗവൽപദം. ശ്രീമദ്ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. മഹാഗണപതയേ ശരണം. സംസരസ്വതീ നമഃ. പിഞ്ചാവതം സമദസീ കുസുമാവഭാസം പീതാംബരം ഭുവനമോഹനമന്ദഹാസം ശംഖാരിപങ്കജഗദാധരം ആത്മസൗഖ്യസന്ദായകം ഗുരുപുരേശ്വരമാശ്രയാമി. ഗോവിന്ദനാമസങ്കീർത്തനം. ഇന്നലെ ചതുർത്ഥസ്കന്ധത്തിൽ ദക്ഷയാഗം എന്ന പ്രകരണം വരെയാണ് നമ്മൾ അനുസ്മരിച്ചത്. 4 കഥാപ്രകരണങ്ങളെ ഈ ചതുർത്ഥസ്കന്ധത്തിൽ വർണ്ണിക്കുന്നു. അതിനെ ധർമ്മ അർത്ഥ കാമമോക്ഷങ്ങളായി വർണ്ണിക്കുന്നു സജ്ജനങ്ങൾ. അതിൽ പരമമായ ധർമ്മം എന്ത് എന്ന് ദക്ഷചരിതത്തിൽ കൂടി ഭാഗവതം നമ്മളെ ഓർമ്മിപ്പിച്ചു.
പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ചോദ്യം വേണ്ടുന്നതും പറഞ്ഞു തരണം, അതിന് വിപരീതമായതും പറഞ്ഞു തരണം എന്നാണ്. വേണ്ടുന്നതിൻ്റെ വിപരീതം എന്താ? വേണ്ടാത്തത്. അപ്പോൾ വേണ്ടാത്തതും പറഞ്ഞു തരണം. അസലായി. വേണ്ടുന്നത് കേൾക്കാനാ ഭാഗവത സപ്താഹത്തിന് പോണത്. അപ്പോൾ വേണ്ടാത്തത് എന്തിനാ അറിയുന്നത് എന്നാണെങ്കിൽ, വേണ്ടാത്തതിൻ്റെ ദോഷം അറിയുമ്പോഴാണത്രേ വേണ്ടുന്നതിൻ്റെ ഗുണം നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. ദിവസവും അമ്പലത്തിലേക്ക് നടന്നു പോണ ഒരു വഴിയുണ്ട്. കുറച്ച് വളഞ്ഞ വഴിയാണ്, എന്നാലും നല്ല ഫുട്പാത്ത് ഉണ്ട്, വേറെ വാഹനങ്ങളുടെ വിഷമൊന്നുമില്ല, നല്ല വഴിയാണ്. അപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത്, നീ എന്തിനാ ഇത്ര വളഞ്ഞു പോണത്? എളുപ്പ വഴിയുണ്ട്. ഈ വീടിൻ്റെ പിറകിലുള്ള മതിൽ കയറി ഇറങ്ങിയാൽ അപ്പുറത്തെ വീട്ടിൻ്റെ അടുക്കെത്തി. അതിൻ്റെ പിറകിൽ കൂടി പോയി ശ്രദ്ധിച്ചാൽ മതി, അവിടെ ഒരു വേസ്റ്റ് കുഴിയുണ്ട്. ആ കുഴിയുടെ അപ്പുറത്തേക്ക് എടുത്ത് ചാടി ആ മതിലിൻ്റെ അപ്പുറത്തേക്ക് എത്തിയാൽ അമ്പലത്തിൻ്റെ ബാക്കിലെത്തും. ഇത്ര നല്ല വഴി, ഇത്ര എളുപ്പത്തിലുള്ള വഴി ഉണ്ടായിട്ട് എന്തിനാ ഈ വളഞ്ഞ വഴിയിൽ പോണത്? ഇവൻ്റെ വാക്ക് കേട്ട് ഇതിൽ കൂടി പോയി, ചാട്ടം പഴച്ചു, വേസ്റ്റ് കുണ്ടിൽ വീണു. ഇപ്പോൾ രണ്ട് കാര്യം മനസ്സിലായി. എന്തൊക്കെ മനസ്സിലായി? ഈ വഴി ഒട്ടും നല്ലതല്ല എന്ന് മനസ്സിലായി. പോരാ, ഇതുവരെ പോയ വഴി തന്നെയാണ് നല്ലതെന്നും കൂടി മനസ്സിലായി. ഇതുപോലെ പരീക്ഷത്തിൻ്റെ മുൻപിൽ ശുഗബ്രഹ്മ ഋഷി ഇതേ രീതിയിലാണ് കഥയെ തുടരുന്നത്. കശ്യപനെയും ദിതിയെയും പോലെ ആകരുത് ദാമ്പത്യ ജീവിതം. പിന്നെയോ കർദമനെയും ദേവഹൂതിയെയും പോലെ ആകണം. ദക്ഷനെ പോലെ ആകരുത്, ധ്രുവനെ പോലെ ആകണം. വേനനെ പോലെ ആകരുത്, പൃഥുവിനെ പോലെ ആകണം. പ്രാചീന ബർഹിസിനെ പോലെ ആകരുത്, പ്രചേതസ്സുക്കളെ പോലെ ആകണം. ഇങ്ങനെ എന്താവരുത്, ഇല്ലെങ്കിൽ എന്താണോ വേണ്ടാത്തത് അതാദ്യം പറഞ്ഞു കൊടുത്തു. അപ്പോഴും സംശയം, വേണ്ടാത്തതാണോ ആദ്യം കേൾക്കേണ്ടത്? വേണ്ടുന്നതല്ലേ? അല്ല, വേണ്ടാത്തത് ആദ്യം കേൾക്കുക. ഇതിനറിയോ, വേണ്ടാത്തത് ചെയ്യാണ്ടിരുന്നാൽ തന്നെ പകുതി സമാധാനമായി. ഇങ്ങനെ ആകരുത് എന്ന് തീരുമാനിച്ചാൽ തന്നെ പകുതി സമാധാനമായി. ഇവിടെ ധർമ്മം, നമ്മൾ ഓരോരുത്തരുടെയും ധർമ്മം എന്താ? മറ്റെല്ലാ ജീവജാലങ്ങൾക്കും അവരവരുടെ ധർമ്മം ഇതുപോലൊരു പ്രഭാഷണം കേട്ടിട്ടോ ഗ്രന്ഥം വായിച്ചിട്ടോ ഒന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, അല്ലേ? ഒരു പൂച്ചയോ ഒരു നായയോ ഒന്നും അവരുടെ ജീവിതധർമ്മത്തെക്കുറിച്ച് ഒരു പ്രഭാഷണം, അല്ലേ, ഒരു ഗ്രന്ഥം, അതൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവരൊക്കെ പ്രകൃത്യാ അവരുടെ ധർമ്മത്തെ ഭഗവാൻ നൽകിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് അങ്ങനെയല്ല. നമുക്കിതേപോലെയുള്ള സജ്ജനങ്ങളുടെ സംസർഗവും പ്രഭാഷണങ്ങളും ഗ്രന്ഥങ്ങളും ശാസ്ത്രങ്ങളും ഇതൊക്കെ കേട്ട് പോരാ, ക്രമേണ നമ്മുടെ ജീവിതത്തിൽ അതിനെ പകർത്തി അതിനും അപ്പുറം അനുഭവം എന്നൊരു ഗുരുനാഥൻ കൂടി നമുക്ക് അതിനെ പഠിപ്പിച്ചു തരുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് വേണ്ട വിധത്തിൽ ആയിത്തീരണത്. അപ്പോൾ നമ്മുടെ ധർമ്മം എന്താ? ഈശ്വരനെ വന്ദിക്കലാണ് ധർമ്മം. അറിഞ്ഞുകൊണ്ട് ഈശ്വരനെ വന്ദിക്കാൻ നമുക്കേ സാധിക്കുള്ളൂ, അല്ലേ? ഈ ലോകത്തിലിപ്പോൾ എത്രയോ ജീവജാലങ്ങൾ അറിയാണ്ട് ഈശ്വരനെ വന്ദിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ചില ആൾക്കാർ അമ്പലത്തിലേക്ക് പോകുമ്പോൾ വീട്ടിലെ നായയെ കെട്ടിയിട്ടില്ലെങ്കിൽ നായയും പോവും. ഇവർ അമ്പലത്തിൻ്റെ പുറത്തുകൂടി പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നായയും അവരുടെ പിറകെ പോകണുണ്ടാവും. നമ്മൾ ആരെങ്കിലും പറയുമോ, എന്തൊരു ഭക്തിയാ നായയ്ക്ക്, എത്ര പ്രദക്ഷിണ വയ്ക്കണത് എന്ന് പറയുമോ? ഇല്ല. അതിനിപ്പോൾ ഇത് ഭഗവാനാണെന്നോ ക്ഷേത്രമാണെന്നോ പ്രദക്ഷിണാണെന്നോ ഒന്നും അറിഞ്ഞിട്ടല്ല അത് ചെയ്യുന്നത്. ഇതുപോലെ അറിയാണ്ട് അല്ല. നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ ഈ ഭാഗവതത്തിന് മുൻപിൽ വന്നിരിക്കുന്നത് അറിഞ്ഞിട്ട് തന്നെയാണ്. ഈശ്വരനെ ഉപാസിക്കാനും ആ ഈശ്വരഭക്തി വളർത്താനും ഇങ്ങനെയുള്ളതായ സജ്ജന സംസർഗം ആവശ്യമാണ് മനുഷ്യജീവിതത്തിൽ, മനുഷ്യജന്മത്തിൽ. ഇതുപോലെയുള്ള നിധി ശേവധി പിന്നെ കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇത്തരത്തിലുള്ള രംഗത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ധർമ്മം ഈശ്വരനെ വന്ദിക്കലാണ്.
ഭാഗവത സപ്താഹത്തിന് അല്ലെങ്കിൽ ഭാഗവത രംഗത്തിൽ വന്ന് ഇങ്ങനെ ഭഗവാന്റെ കഥകളെ കേൾക്കുമ്പോൾ, ഭഗവാന്റെ കഥകളെ പാടുമ്പോൾ, നാമം ജപിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെയൊക്കെ ദുഃഖം കുറേയൊക്കെ വിട്ടുപോകുന്നുണ്ട്. മറ്റുള്ള കഥകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈശ്വര കഥകൾക്കൊരു പ്രത്യേകത എന്താ വെച്ചാൽ അത് ശിവദമാണ് എന്ന് ആദ്യമേ ഓർമ്മിപ്പിച്ചു. മംഗളമാണ്. ഒരു ടെൻഷൻ അടിപ്പിക്കുന്ന കഥ ഭാഗവതത്തിലില്ല. ഒരു ദുരന്തത്തിൻ്റെ കഥ, ഒരു ദുഃഖത്തിൻ്റെ കഥ, ഒരു കണ്ണുനീരിൻ്റെ കഥ ഭാഗവതത്തിലില്ല. അതുകൊണ്ട് ഇന്നേ വരെ ഭാഗവതം കേട്ടിട്ട് ഒരാളും ടെൻഷൻ അടിച്ചു എന്ന് കേട്ടിട്ടില്ല. ആരെങ്കിലും ഇന്ന് വരെ ഞാൻ നാളെ വരില്ല കേട്ടോ, കൃഷ്ണാവതാരം കേട്ടിട്ട് എനിക്ക് ടെൻഷനായിപ്പോയി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈശ്വര കഥകൾ കേൾക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും നമ്മൾ മറക്കുന്നു, നമ്മുടെ മനസ്സ് ശാന്തമാകുന്നു എന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പിക്കാം, ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിന് സുഖം തരണുണ്ടെങ്കിൽ ഇത് നമ്മുടെ ധർമ്മമാണ് എന്നുറപ്പിക്കാം. ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിന് ആശ്വാസം തരണുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ധർമ്മം എന്നുറപ്പിക്കാം. ധർമ്മമല്ലാത്തത് എപ്പോഴൊക്കെ നമ്മൾ ചെയ്തുവോ അപ്പോഴാണ് നമ്മളിൽ ടെൻഷനും ഭയവും ഒക്കെ വരുന്നത്. വേദവ്യാസന് പോലും ഉണ്ടായ ദുഃഖം തീർന്നത് ഈ ഭാഗവത ധർമ്മത്തിന് മുൻപിലേക്ക് എത്തിയപ്പോഴാണല്ലോ. അപ്പോൾ ഈശ്വരനെ വന്ദിക്കലാണ് നമ്മുടെ ധർമ്മം. ഇനി വന്ദിച്ചിട്ടില്ലെങ്കിലും നിന്ദിക്കരുതേ എന്ന് ദക്ഷൻ്റെ ചരിതത്തിൽ കൂടി ഓർമ്മിപ്പിച്ചു. ദക്ഷയാഗം എന്ന പ്രകരണത്തോടുകൂടി സ്വയംഭുവമനുവിൻ്റെ പെൺകുട്ടികളുടെ കഥ കഴിഞ്ഞു. കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കഥ പറഞ്ഞു കഴിഞ്ഞു എന്നർത്ഥം. പിന്നീട് ആൺകുട്ടികളുടെ കഥയിലേക്കാണ് പ്രവേശിച്ചത്. സ്വയംഭുവമനുവിന് 2 ആൺമക്കൾ. മൂത്തവൻ പ്രിയവ്രതൻ, രണ്ടാമനാണ് ഉത്താനപാദൻ. സ്വതവേ മൂത്ത ആളുടെ കഥയാണ് ആദ്യം പറയേണ്ടത്, എന്നാലല്ലേ ഒരു ഓർഡർ ആവുള്ളൂ. പക്ഷേ പ്രിയവ്രതൻ്റെ കഥയൊന്നും ഇപ്പോൾ പറയണില്ല. കാരണം എന്താ വെച്ചാൽ പ്രിയവ്രതൻ ഒരു കഥയില്ലാത്തവനായിരുന്നു. എന്താ കാരണം? അദ്ദേഹം ചെറിയ പ്രായം മുതൽ ഈശ്വരനാമം ജപിച്ചും ഭഗവാന്റെ ഭക്തന്മാരുമായിട്ട് സംഘം ചെയ്തും സന്യാസിമാരോടൊപ്പം സഞ്ചരിച്ചും ഒക്കെ സഞ്ചരിച്ചു. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മളെന്താ വിളിക്കുക? ഇപ്പം നമ്മൾ സപ്താഹത്തിനൊക്കെ പോയിരിക്കുന്ന നമ്മളെക്കുറിച്ച് നാട്ടുകാരിപ്പോൾ എന്താ പറയുന്നുണ്ടാവുക? കുറേ എണ്ണം ഒരു ടെൻഷനും ഇല്ലാണ്ട്, ഒരു പ്രാരബ്ധവും ഇല്ലാണ്ട്, ഒരു കഥയില്ലാത്തവൻ എന്നാ പറയാം. അപ്പം നമുക്ക് കഥയുണ്ടാവണമെങ്കിൽ എന്തു വേണം? നല്ല ടെൻഷൻ വേണം, പ്രാരബ്ധം വേണം, കല്യാണം കഴിക്കണം, മക്കളുണ്ടാവണം, എന്നിട്ട് തല പുകയണം. അപ്പോഴാണ് കഥയുണ്ടാവുക. അപ്പോൾ പ്രിയവ്രതൻ ആദ്യകാലത്തൊന്നും കഥയില്ല. ഇനി പഞ്ചമസ്കന്ധത്തിൽ കേൾക്കാം, കല്യാണം കഴിച്ചു എന്നും ടെൻഷൻ തുടങ്ങിയെന്നും. അപ്പോൾ കഥ തുടങ്ങും. അപ്പോഴാണ് കഥ തുടങ്ങുക നമുക്ക്. എന്നാൽ ഇവിടെ പ്രിയവ്രതൻ്റെ കഥ ആദ്യം പറയണില്ല. അതുകൊണ്ട് ഉത്താനപാദ ചരിതത്തിലേക്ക് പ്രവേശിക്കുന്നു. ഉത്താനപാദൻ, അദ്ദേഹത്തിന് 2 ഭാര്യമാർ, സുനീതി, സുരുചി എന്നിങ്ങനെയാണ് 2 ഭാര്യമാർ. അപ്പം ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് അറിയാം ഉത്താനപാദൻ ആരോടായിരിക്കും കൂടുതൽ പ്രേമം, സുനീതി, സുരുചി. ഏതിനോടായിരിക്കും നമുക്ക് അധികം പ്രേമം ഉണ്ടാവുക? അതിൽ എന്നുള്ളത് അങ്ങോട്ട് മാറ്റുക. അപ്പം എന്തായി? നീതി, രുചി. ഏതിനോടായിരിക്കും അധികം പ്രേമം? സംശയമില്ല, രുചിയോട് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഉത്താനപാദൻ സുരുചി എന്നുള്ളതായ ഭാര്യയുടെ അടിമയായി എന്ന് വേണം പറയാൻ. അവളുടെ സാമർഥ്യം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഒക്കെ വളരെ ഭംഗിയായിട്ട് അവൾ രാജാവിനെ മെരുക്കിയെടുത്തു, തൻ്റെ കീഴിലാക്കി. ഈശ്വരാനുഗ്രഹം ഇവർക്ക് 2 പേർക്കും ഓരോ ഉണ്ണികളുണ്ടായി. സുരുചി പുത്രനാണ് ഉത്തമൻ, സുനീതി പുത്രനാണ് ധ്രുവൻ. 2 പേരും കൊട്ടാരത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ സുരുചിയുടെ സാമർഥ്യം കൊണ്ട് സുനീതിയെ കൊട്ടാരത്തിന് പുറത്താക്കി ഉത്താനപാദ മഹാരാജാവ്, അല്ലെങ്കിൽ പുറത്ത് എന്ന ഭാവത്തിൽ കഴിയേണ്ടി വന്നു സുനീതിക്ക്. എങ്കിലും ധ്രുവൻ ഇടയ്ക്കൊക്കെ അച്ഛനെ കാണാൻ അല്ലെങ്കിൽ ഉത്തമനെ കാണാൻ വരാറുണ്ട്. അതിനെ തടയാറില്ല, എന്നാൽ സുരുചി തടയാറുമുണ്ട്. അങ്ങനെ ഇരിക്കെ ഉത്താനപാദ മഹാരാജാവ് സിംഹാസനത്തിലിരുന്ന് കുട്ടികളുടെ കളി അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉത്തമനും ധ്രുവനും കളിച്ചുകൊണ്ടിരിക്കുന്നു. അവർ തമ്മിൽ വിദ്വേഷമൊന്നുമില്ല. ആ സമയത്താണ് പെട്ടെന്ന് ഉത്തമൻ ഓടി വന്ന് ഉത്താനപാദ മഹാരാജാവിൻ്റെ മടിയിൽ കയറിയിരുന്നത്.
അച്ഛൻ്റെ മടിയിൽ ഉത്തമൻ കയറിയിരിക്കുന്നത് കണ്ടപ്പോൾ സ്വാഭാവികമായും കുട്ടികളുടെ സ്വഭാവം എന്താ? ഒരാൾ എന്ത് ചെയ്താലും അടുത്തിരിക്കുന്ന ആൾക്ക് അതുപോലെ ചെയ്യണമെന്ന് തോന്നും. അപ്പോൾ ധ്രുവനും തോന്നി അച്ഛൻ്റെ മടിയിലൊന്ന് കയറിയിരിക്കണം എന്ന്. പക്ഷേ ധ്രുവന് പേടിയുണ്ട്. ആരെ? സുരുചിയെ പേടിയുണ്ട്. ധ്രുവൻ ചുറ്റുമായിട്ട് നോക്കി, ഇവിടെ അടുത്തെവിടെയെങ്കിലും ഉണ്ടോ സാധനം? ഇല്ല, എവിടെയില്ല. പിന്നെ ധ്രുവൻ നോക്കിയത് അച്ഛൻ്റെ മുഖത്തേക്കാണ്. കാരണം താൻ ഓടിപ്പോയി കയറിയാൽ മാത്രം പോരാ, അച്ഛനു കൂടി തന്നെ മടിയിലിരുത്തണമെന്ന് ആഗ്രഹം ഉണ്ടാവണ്ടേ എന്ന ഭാവത്തിൽ ധ്രുവൻ ഒരു നോട്ടം ഉത്താനപാദം മഹാരാജാവിനെ നോക്കിയപ്പോൾ അദ്ദേഹത്തിനും വല്ലാത്തൊരു വിഷമം. എത്രയായാലും തൻ്റെ ഉണ്ണിയല്ലേ, അതിനും ഉണ്ടാവില്ലേ തൻ്റെ മടിയിൽ കയറിയിരിക്കണമെന്ന് മോഹം. ഉത്താനപാദനും ചുറ്റും നോക്കി. നല്ല നടക്കുമ്പോൾ നല്ല ശബ്ദം വരുന്ന നല്ല പാദസ്വരം വാങ്ങിക്കൊടുത്തു സുരുചിക്ക്. നല്ല സൗണ്ട് വരുന്ന പാദസ്വരം. അപ്പോൾ സുരുചി ചോദിച്ചു, എന്തിനാ ഇത്ര കിലുങ്ങുന്ന പാദസ്വരം? അപ്പം പറഞ്ഞു, നിനക്കിതാണ് ചേരുക. എന്താ വെച്ചാൽ അപ്പോൾ അടുത്ത ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ഏതായാലും അടുത്തൊന്നും ആ ചെലങ്കയുടെ ശബ്ദം കേൾക്കണില്ല. അപ്പോൾ ഉറപ്പായി ഇവിടെ ഇല്ല അവൾ. ഉത്താനപാദനും ധ്രുവൻ്റെ നേരെ അങ്ങ് കൈനീട്ടി. ഇത്തവണ ധ്രുവന് സന്തോഷം കൂടി. കാരണം താൻ അച്ഛൻ്റെ മടിയിൽ കയറി ഇരിക്കണമെന്ന് ആഗ്രഹിക്കുക മാത്രമല്ല, അച്ഛൻ തന്നെ വിളിക്കുകയും കൂടെ ചെയ്യണു. അതോടുകൂടി ആ 5 വയസ്സുള്ള ഉണ്ണിക്ക് എന്തെന്നില്ലാത്തൊരാവേശം. 2 കൈയും ഉയർത്തി അച്ഛൻ്റെ മടിയിലേക്ക് കയറാൻ വേണ്ടി ഓടി വരുന്നു ധ്രുവൻ. ഉത്താനപാദൻ ആ കുട്ടിയെടുക്കാൻ കൈ നീട്ടി താഴ്ന്നു വരുമ്പോഴാണ് ഒരു നിഴൽ അതിൽ കൂടി പോയത്. ഇത്രയും ഉണ്ടായിട്ടുള്ളൂ. ഷോക്കടിച്ചതുപോലെ കൈ വയറകോട്ട് വിരിച്ചു. ഓടി വന്ന ധ്രുവൻ ഉത്താനപാദൻ്റെ മുൻപിലെത്തി. പെട്ടെന്ന് അച്ഛൻ കൈ പിൻവലിച്ചപ്പോൾ ധ്രുവൻ അത്ഭുതപ്പെട്ടു. എന്തേ അച്ഛൻ കൈ പിൻവലിച്ചത് എന്ന ഭാവത്തിലൊന്ന് നോക്കിയപ്പോഴാണ് പിറകുന്നൊരട്ടഹാസം. നവത്സാം, കുട്ടി പാടില്ല. നൃപതേർധിഷ്ണ്യം ഭവാൻ ആരോഠുമർഹതി. ഞാൻ ഇവിടെ നിന്ന് മാറുമ്പോഴേക്കും എന്തൊരു സാമർഥ്യമായി ഇവന് അല്ലേ. ഇപ്പോൾ രാജാവിൻ്റെ മടിയിൽ കയറിയിരിക്കുക, കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കണമെന്ന് മോഹം വരും. കുറേ കാലം കഴിയുമ്പോൾ പറയും, അച്ഛനിരുന്ന സിംഹാസനമല്ലേ, എനിക്കും മോഹമുണ്ട് എന്ത് സിംഹാസനത്തിൽ കയറിയിരിക്കാൻ. അങ്ങനെ നിനക്ക് വല്ല തരത്തിലും മോഹമുണ്ടെങ്കിൽ അതിന് സാധിക്കില്ല. കാരണം ഇപ്പോൾ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. ആര്? എൻ്റെ മകനായ ഉത്തമൻ. അതുപോലെ നിനക്ക് അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. എന്താ വഴി? തപസാ ആരാധ്യ പുരുഷം തസ്സേവാനുഗ്രഹേണമേ ഗർഭേ ത്വം സാധയാത്മാനം യദിച്ഛസി നൃപാസനം. ഭഗവാനെ തപസ് ചെയ്യുക. എന്നിട്ട് ഭഗവാൻ അവതരിച്ച് ചോദിക്കുമല്ലോ, വത്സ എന്തു വരമാണ് വേണ്ടത് എന്ന്. അങ്ങനെ ചോദിക്കുമ്പോൾ നീ പറയണം, എനിക്ക് ഈ സുനീതിയുടെ മകനായിട്ടുള്ള ജന്മം മതിയായി എന്ന് പറയണം. ഈ ജന്മം മതി എന്ന് പറയുമ്പോൾ ഭഗവാൻ ചോദിക്കും, ഇനി ആരുടെ മകനായിട്ടാണ് ജനിക്കേണ്ടതെന്ന്. അപ്പോൾ നീ എൻ്റെ പേര് പറയുക. എന്നിട്ട് എൻ്റെ മകനായിട്ട് എൻ്റെ ഗർഭത്തിൽ വന്ന് പറഞ്ഞാൽ നിനക്ക് അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാം. അന്യസ്ത്രീ ഗർഭസംഭവം, മറ്റൊരുത്തിയിലുണ്ടായ ഒരു കുട്ടി വന്നിട്ട് രാജാവിൻ്റെ മടിയിൽ കയറിയിരിക്കുന്നു. ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. നിറഞ്ഞ സഭയിൽ വെച്ച് എല്ലാവരും കേൾക്കേ സുരുചിച്ചെറിയമ്മ ഇങ്ങനൊരു കുത്തുവാക്കെന്ന് പറഞ്ഞതും ധ്രുവൻ ആദ്യം നോക്കിയത് അച്ഛൻ്റെ മുഖത്തേക്കാണ് അല്ലേ. അച്ഛൻ കൂടി വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത്. ഒരു വാക്ക് അച്ഛൻ തിരിച്ചു പറയുമോ? തല താഴ്ത്തിരിക്കുക ഉത്താനപാദ മഹാരാജാവ്. ഉള്ളിൽ സുരുചിയോടുള്ളതായ ആ ദേഷ്യമുണ്ട്. പക്ഷെ താൻ ചെറിയ കുട്ടിയല്ലേ എന്നുള്ള സങ്കടമുണ്ട്. ഇറങ്ങി ഓടി കരഞ്ഞുകൊണ്ട് ഓടി വന്ന് സുനീതി എന്ന അമ്മയുടെ മടിയിലേക്ക് അങ്ങ് ചാടിക്കയറി അമ്മയുടെ മാറിടത്തിൽ കെട്ടിപ്പിടിച്ച് തേങ്ങി കരയാൻ തുടങ്ങി. സുനീതി ചോദിക്കണുണ്ട്, എന്തു പറ്റി ധ്രുവ, എന്താ ഇത്ര സങ്കടം? പറയാനും കിട്ടണില്ല അല്ലേ. ചെറിയ കുട്ടികൾക്ക് വല്ലാണ്ട് സങ്കടം വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒടുക്കം പറഞ്ഞു, ചെറിയമ്മ ചീത്ത വിളിച്ചു. ഇത് കേട്ടപ്പോൾ സുനീതിച്ച് പറഞ്ഞു, ഇതിപ്പോൾ ആദ്യത്തെ സംഭവം ഒന്നല്ലല്ലോ.
ഇതിനു മുമ്പും ചെറിയമ്മ ചീത്ത വിളിച്ചിട്ടുണ്ടല്ലോ. അല്ല, ഇത്തവണ എന്നെ മാത്രമല്ല അമ്മയും കൂടെ ചീത്ത വിളിച്ചു. അന്യ സ്ത്രീ ഗർഭസംഭവം. കൊട്ടാരത്തിനകത്ത് ഉത്തമനെ പോലെ കഴിയാൻ, രാജകുമാരനായി വാഴാൻ എനിക്ക് ഭാഗ്യമില്ലാതെ പോയത് ഞാൻ അമ്മയുടെ മകനായതുകൊണ്ടാണത്രേ. സത്യമാണോ എന്ന് ചോദിച്ചതും സുനീതി അവിടെ തളർന്നുപോയി. പറഞ്ഞു, സത്യം സുരുച്യാഭിഹിതം ഭവാൻമേ യൽ ദുർഭഗായ ഉദരേ ഗൃഹീത. സത്യമാണ്, ഭാഗ്യഹീനയായ എൻ്റെ മകനായതുകൊണ്ടാണ് നിനക്കും ഈ ഭാഗ്യദോഷം വന്നത്. ഇവിടെ സുനീതി എന്ത് ചെയ്തു? തൻ്റെ മകൻ്റെ എല്ലാ വിഷമങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണക്കാരി താനാണ് എന്ന് സ്വയം അങ്ങ് കുറ്റമേറ്റെടുത്തു. എന്നിട്ട് ചോദിച്ചു, എന്തൊക്കെയാ ചെറിയമ്മ പറഞ്ഞത്? കുറേ ചീത്ത വിളിച്ചു. കുറേ ചീത്ത വിളിച്ചു എന്നല്ല, എന്തൊക്കെയാ വിളിച്ചത്? ധ്രുവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുനീതി എന്ത് ചെയ്തു? അതിൽ നല്ലതിനെ മാത്രം ആ കുട്ടിക്ക് എടുത്ത് പറഞ്ഞു കൊടുത്തു എന്നാണ്. ഇന്നലെ നമ്മൾ കണ്ടു ഒരു ദക്ഷനെ, അല്ലേ? എല്ലാവരും എഴുന്നേറ്റ് നിന്നു ദക്ഷനെ കണ്ടപ്പോൾ. പക്ഷെ ദക്ഷൻ കണ്ടതെന്താ? ഇത്ര ആൾക്കാർ എഴുന്നേറ്റ് നിന്നതല്ല, പിന്നെയോ അതിൻ്റെ ഇടയിൽ ഒരാൾ എഴുന്നേക്കാണ്ടിരിക്കണതാ. വേണ്ടാത്തത് ആദ്യം കണ്ടുപിടിച്ചത്. ഇവിടെ സുനീതി കുറേ ചീത്തവാക്ക് സുരുചി പറഞ്ഞിരുന്നുവെങ്കിലും അതിൽ നല്ലതിനെ മാത്രം എടുത്ത് ആ ധ്രുവൻ എന്ന കുട്ടിക്ക് ഉപദേശിക്കാൻ തുടങ്ങി. എന്തൊക്കെയാ പറഞ്ഞത്? ചെറിയമ്മ പറഞ്ഞു, അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കണമെങ്കിൽ ചെറിയമ്മയുടെ മകനായിട്ട് ഞാൻ ജനിക്കണമെന്ന്. അസലായി. ഇത് ചീത്തയാണോ? നിന്നെപ്പോലൊരു മിടുമിടുക്കൻ എൻ്റെ കുട്ടിയായിട്ട് വരണമെന്ന് ചെറിയമ്മയ്ക്ക് അസൂയുണ്ട്. ഉത്തമനേക്കാൾ മിടുക്കനാ നീ. അപ്പോൾ നിന്നെപ്പോലൊരു മിടുക്കനെ മകനായി കിട്ടണമെന്ന് ചെറിയമ്മ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ നീ എൻ്റെ മകനായി വരണമെന്ന് ആഗ്രഹിച്ചത്. ഇതിലെവിടെയാണ് ചീത്തയുള്ളത്? എന്നാൽ വേറൊന്ന് പറഞ്ഞു. എന്ത്? തപസ് ചെയ്യണമെന്ന് പറഞ്ഞു. അസലായി. അത് ചീത്തയാണോ? ഭഗവാനെ തപസ് ചെയ്യണം, ഭഗവാനെ ആരാധിക്കണം എന്ന് ആര് പറഞ്ഞാലും നല്ല കാര്യം. അമ്മയും പറയാറില്ലേ നിന്നോട്? പറഞ്ഞിപ്പോൾ ധ്രുവൻ എന്നെ സംശയമായി. ചെറിയമ്മ ശരിക്കും സത്യം ചീത്ത പറഞ്ഞതാണോ അല്ല ദേഷ്യം പിടിച്ചതാണോ എന്ന് സംശയമായി. ഏതായാലും അപ്പം അമ്മയും പറയണത് ഞാൻ തപസ് ചെയ്യണമെന്നാണോ? അതെ. ആരാധയാധോക്ഷജപാതപത്മം യദിച്ഛസേ അധ്യാസനമുത്തമോ യഥാ. അധോക്ഷജനായിരിക്കുന്ന ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ചാൽ ഉത്തമനിരിക്കുന്ന സ്ഥലത്തല്ല, ഉത്തമമായ സ്ഥാനം എവിടെയാണോ അവിടെ നിന്നെ ഭഗവാൻ കൊണ്ടിരുത്തും. ഭഗവാൻ നിന്നെ ഉത്തമമായൊരു സ്ഥലത്തിരുത്തിയാൽ പിന്നെ ആര് വിചാരിച്ചാലും അവിടുന്ന് താഴ്ത്തിവിടാൻ പറ്റില്ല എന്ന് പറഞ്ഞതും ധ്രുവൻ അവിടുന്ന് എഴുന്നേറ്റ് അമ്മയെ നമസ്കരിച്ച് ഇറങ്ങി. ഞാൻ തപസ്സിന് പോവുകയാണ് എന്ന് പറഞ്ഞു. സുനീതി വിചാരിച്ചു, അല്ലേ, ധ്രുവനിങ്ങനെ മാസത്തിൽ 2-3 തപസ്സൊക്കെ പതിവുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പൂജാമുറിയിൽ പോവും, ഭഗവാന്റെ വിഗ്രഹം വെച്ച് കണ്ണടച്ച് കുറച്ച് സമയം ഇരിക്കും, വിശക്കുമ്പോൾ ഓടി വരികയും ചെയ്യും തപസ് കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട്. ഇത് അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ കൊട്ടാരം വിട്ടിറങ്ങി ധ്രുവൻ കാട്ടിലേക്ക് പോയി. എന്തിനാ കാട്ടിലേക്ക് പോയതെന്നാണെങ്കിൽ എത്രയോ കാലമായിട്ട് ഈ സുനീതി കഥകൾ പറഞ്ഞു കൊടുക്കും ധ്രുവന്. അപ്പം എപ്പോഴും പറയണൊരു വാക്കാണ് തപസ് ചെയ്യാൻ കാട്ടിലേക്ക് പോയി തപസ് ചെയ്തു, തപസ് ചെയ്യാൻ കാട്ടിലേക്ക് പോയി. അപ്പോൾ ധ്രുവന് ഒരു കാര്യം ഉറപ്പായി. എന്ത്? തപസ് ചെയ്യണമെങ്കിൽ കാടില്ലെങ്കിൽ നടക്കില്ല. അങ്ങനെ വനം അന്വേഷിച്ച് ആ വനത്തിനകത്തേക്ക് കയറി. അപ്പോൾ കാട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുറച്ച് സ്ഥലത്തൊക്കെ വഴിയും വെളിച്ചമൊക്കെ ഉണ്ടാവും. ഉള്ളിലേക്ക് അങ്ങ് എത്തുമ്പോഴേക്കും അവിടെ കൂരിരുട്ട് നിറയാൻ തുടങ്ങി. ഒടുവിൽ വഴികളെല്ലാം അവസാനിച്ചു. ഇവിടെ ധ്രുവൻ്റെ മനസ്സ് ഒന്ന് വേദനിക്കാൻ പോവുക. ഭഗവാനെ ആശ്രയിക്കാൻ പോകുന്ന എനിക്ക് വഴി പറഞ്ഞു തരാൻ ഒരാളില്ലല്ലോ എന്ന് ധ്രുവൻ്റെ മനസ്സ് വേദനിക്കുന്നതിന് മുമ്പേ ആ കൊടുങ്കാട്ടിൽ നിന്ന് ഭഗവാന്റെ മധുരമായ നാമജപം കേൾക്കാൻ തുടങ്ങി. അതിസുന്ദരമായ ഭഗവാന്റെ നാമജപം കേട്ടപ്പോൾ ധ്രുവൻ്റെ പേടിയൊക്കെ അങ്ങ് പോയി. ആഹരി ഗർജനം കേൾക്കുന്ന മാത്രയിൽ ഘോര പാപങ്ങളാം വൻഗജങ്ങൾ. സിംഹം എന്നലറിയാൽ ആനകളൊക്കെ പേടിച്ചൊലിക്കില്ലേ? അതുപോലെ ഭഗവാന്റെ നാമഘോഷം ആ കാട്ടിനകത്തങ്ങ് മുഴങ്ങിയതും
ധ്രുവന് സന്തോഷമായി. ആരാ നാമം ജപിക്കണ ഒരാൾ എന്ന് വിചാരിക്കുമ്പോഴേക്കും തൊട്ടു മുൻപിലായിട്ട് സാക്ഷാൽ നാരദ മഹർഷിയെ കണ്ടു ധ്രുവൻ. നാരദരെ കണ്ടതും വീണങ്ങ് നമസ്കരിച്ചു. 5 വയസ്സേ ഉള്ളൂ അല്ലേ? ഇതെങ്ങനെയായി ഈ ധ്രുവനിപ്പം ഇങ്ങനെ പഠിച്ചത്? നാരദരെ കാണുമ്പോഴേക്കും നമസ്കരിക്കാൻ പഠിച്ചത്? അതിന് നാരദർ തന്നെ പറയുന്നത് നൂനം സുനീതേഹേ, സുനീതി എന്ന അമ്മയുടെ കഴിവാണത്രേ അത്. കാരണം കൊട്ടാരത്തിലേക്ക് വരുന്ന സജ്ജനങ്ങളെ കാണുമ്പോൾ, ഋഷീശ്വരന്മാരെ കാണുമ്പോൾ ചെറിയ പ്രായത്തിൽ മുതൽ ഈ ധ്രുവൻ കാണുന്നത് എന്താ? അമ്മയായ സുനീതി അവരെ വീണ് സജ്ജനങ്ങളെ കാണുന്ന നേരത്തു ലജ്ജ കൂടാതെ വീണു നമിക്കണം. ഇത് ധ്രുവനും അറിയാം. അതുകൊണ്ട് നാരദരെ കണ്ടതും വീണങ്ങ് നമസ്കരിച്ചു. നാരദർ ചോദിച്ചു, ആരാന്നറിയാഞ്ഞിട്ടൊന്നല്ല, എന്നാലും ചോദിച്ചു. പറഞ്ഞു, ഞാൻ ധ്രുവൻ ഉത്താനപാദ മഹാരാജാവിൻ്റെ പുത്രനാണ്. എന്തേ കാട്ടിൽ കളിക്കാൻ വന്നതാണോ? കൂട്ടം തെറ്റിപ്പോയതാണോ? അല്ല, പിന്നെന്തിനാ കാട്ടിൽ വന്നത്? തപസ് ചെയ്യാൻ വന്നതാ. ഇത് കേട്ടപ്പോൾ നാരദർക്ക് അത്ഭുതം തോന്നി. ചോദിച്ചു, എത്ര വയസ്സായി? 5 വയസ്സ്. ഒരു നിമിഷം നാരദർ ആലോചിച്ചു അത്രേ. പണ്ട് താനും ഇതേപോലൊരു 5 വയസ്സുകാരൻ എത്രയോ സജ്ജനങ്ങളിൽ നിന്നും അനുഗ്രഹം കിട്ടി. സ്വന്തം അമ്മ മരിച്ച ദുഃഖം പോലും ഈശ്വരാനുഗ്രഹമായി കണ്ട് കാട്ടിലേക്ക് പുറപ്പെട്ട ആളാണ്. അപ്പോൾ ഏതായാലും ധ്രുവനോട് ചോദിച്ചു, എത്ര വയസ്സായി തപസ് ചെയ്യാൻ? 5 വയസ്സ്. നാരദർ പൊട്ടിച്ചിരിച്ചു. 5 വയസ്സോ? ഇവിടെ 50 80 തോന്നണില്ല ഓരോന്നിനും നാമം ജപിക്കാൻ. അപ്പോഴാണ് നീ 5-ാം വയസ്സിൽ, കുട്ടി, ഈ 5-ാം വയസ്സിലൊന്നുമല്ല തപസ് ചെയ്യേണ്ടത്. ഭഗവാനെ സേവിക്കാൻ, നാമം ജപിക്കാൻ, ഭാഗവതം കേൾക്കാനൊക്കെ അതിനൊക്കെ ഒരു പ്രായമുണ്ട്. എപ്പോൾ? ഒന്നിനും കൊള്ളാണ്ടാവുമ്പോൾ. അപ്പോൾ വേണം ഇത് തുടങ്ങാൻ. അല്ലാണ്ട് ഈ കുട്ടിക്കാലത്ത് എന്തൊക്കെ കളിക്കാനുണ്ട്, എന്തൊക്കെ പഠിക്കാനുണ്ട്. ഇനി എപ്പോഴാണ് നാമം ജപിക്കാൻ പോകേണ്ടതെന്നറിയോ? ഞാൻ പറയാം. ഇപ്പോൾ കളിക്കുക, നല്ലോണം പഠിക്കുക, പരമാവധി സമ്പാദിക്കുക. എന്നിട്ടോ കല്യാണമൊക്കെ കഴിച്ച് മക്കളൊക്കെ ആവുമല്ലോ. അങ്ങനെ മക്കളൊക്കെ വളർന്നു വലുതാവുമ്പോൾ വീട്ടിൽ സ്വൈരം കിട്ടാണ്ടാവും, ഭക്ഷണം കിട്ടാണ്ടാവും, സമാധാനം കിട്ടാണ്ടാവും, ഉറക്കം വരെ കിട്ടാണ്ടാവും. അപ്പോൾ വേണം പോവാൻ. എവിടെ? സപ്താഹത്തിന്. അവിടെ പോയാൽ ഈ 4 സാധനത്തിന് ഒരു കുറവില്ല. സ്വൈരവും കിട്ടും, ഭക്ഷണവും കൃത്യം കിട്ടും, സമാധാനവും കിട്ടും, ഉറക്കവും കിട്ടും. അപ്പോൾ എല്ലാ തരത്തിലും ഇതിനൊക്കെ നല്ലത് പ്രായമായിട്ട് പോണതാണ്. അല്ലാണ്ട് 5 വയസ്സിലൊന്നും പോകരുത്. അല്ല, എന്തിനാ നീ തപസ് ചെയ്യുന്നത്? അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാൻ. അതതിനേക്കാൾ തമാശ. അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാനൊക്കെ ഭഗവാനെ തപസ് ചെയ്യണോ? ഉത്താനപാദൻ്റെ പുത്രനല്ലേ നീ? അപ്പം ഞാൻ പറഞ്ഞാൽ അച്ഛൻ നിന്നെ മടിയിലിരുത്തും. നിന്നെ അച്ഛൻ്റെ മടിയിലിരുത്തിയാൽ പോരെ? വരുമെന്നും പറഞ്ഞ് ധ്രുവൻ്റെ കൈ പിടിച്ച് നാരദർ പിറകോട്ടൊന്ന് വലിച്ചു. തൻ്റെ കൈപിടിച്ച് നാരദർ തിരിച്ച് കൊട്ടാരത്തിലേക്കൊന്ന് വലിച്ചപ്പോൾ ധ്രുവൻ നാരദരുടെ മുഖത്തേക്ക് തന്നെ നോക്കാൻ തുടങ്ങി. എന്തേ? അല്ല, അങ്ങ് നാരദ മഹർഷി തന്നെയല്ലേ? എന്തേ സംശയം? എൻ്റെ അമ്മ എത്രയോ കഥകൾ അങ്ങയെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഭഗവാനെ ആശ്രയിക്കാൻ പോകുന്ന ഭക്തന്മാരെ മുഴുവൻ കൈപിടിച്ച് ഭഗവാനെ ഏൽപ്പിക്കുന്ന ഒരു ഗുരുനാഥനുണ്ട് നാരദർ എന്നാണ് ഞാൻ കേട്ടത്. ഇത് ഭഗവാനെ ആശ്രയിക്കാൻ പോണ എന്നെ കൈപിടിച്ച് പിറകോട്ട് വലിക്കുന്നത് കണ്ടപ്പോൾ ഒരു സംശയം, ഒറിജിനൽ തന്നെയാണോ എന്ന്. അഹോ തേജ ക്ഷത്രിയാണാം മാനഭംഗമമരുഷ്യതാം. നാരദർക്ക് സന്തോഷമായി. ഇവൻ 5 വയസ്സേ ഉള്ളൂ വെച്ചാലും ക്ഷത്രിയൻ്റെ ഒരു തേജസ്, ഉറച്ച ഒരു ദൃഢത തൻ്റെ ആ കാര്യത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിയതായ നാരദർ സ്പൃഷ്ട്വാ മൂർധന്യഘ്നേന പാണിനാ പ്രാഹ വിസ്മിത. തൻ്റെ ആ തൃക്കരങ്ങളെ കൊണ്ട് നാരദർ ധ്രുവനെ ഒന്ന് ശിരസിൽ അനുഗ്രഹിച്ച് തലോടി. ചോദിച്ചു, പോട്ടെ, നീ ഇപ്പോൾ തപസ് ചെയ്യാനല്ലേ പോണത്? അതെ. എങ്ങനെയാ തപസ് ചെയ്യേണ്ടതെന്ന് അറിയോ? അറിയില്ല. എവിടെ വെച്ചാ തപസ് ചെയ്യേണ്ടതെന്ന് അറിയോ? അറിയില്ല. ഏത് മന്ത്രമാ ഉപാസന ചെയ്യേണ്ടതെന്ന് അറിയോ? അറിയില്ല. ഭഗവാന്റെ രൂപമെങ്കിലും അറിയോ? അറിയില്ല. അസ്സലായി.
ഇതൊന്നും അറിയാണ്ട് എന്ത് കണ്ടിട്ടാ കുട്ടി നീ ഈ തപസ്സെന്നും പറഞ്ഞ് പുറപ്പെട്ടത് എന്ന് നാരദർ ചോദിച്ചപ്പോൾ ധ്രുവൻ ആ നാരദരുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, സത്യം പറയൂ നാരദ മഹർഷേ, ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരാനല്ലേ അങ്ങിപ്പം എൻ്റെ മുമ്പിലേക്ക് വന്നത്? ചോദിച്ചതും നാരദർക്ക് സന്തോഷമായി. പിടിച്ച് തൻ്റെ മടിയിലവിടെ ഇരുത്തി ധ്രുവൻ്റെ ആ കൈകളെ അവിടെ തൊഴുവിച്ചു. തൻ്റെ 2 കൈകളും ധ്രുവൻ്റെ ശിരസ്സിലവിടെ വെച്ച് കണ്ണുകളങ്ങടയ്ക്കാൻ പറഞ്ഞു. ധ്രുവൻ ഒന്ന് കണ്ണടച്ചതും നാരദർ ധ്രുവൻ്റെ ഹൃദയത്തിലൊരു പ്രതിഷ്ഠ നടത്തി. ഭഗവാന്റെ തൃപാദം മുതൽ പീലിക്കിരീടം വരെയുള്ളതായ അതിസുന്ദരമായ രൂപം നല്ലൊരു ചിത്രകാരൻ പലതരത്തിലുള്ള നിറക്കൂട്ടകളെ ഉപയോഗിച്ച് വരയ്ക്കണതുപോലെ തൻ്റെ വാക്കുകളിൽ കൂടി ധ്രുവൻ്റെ ഹൃദയത്തിലേക്ക് അവിടെ പ്രതിഷ്ഠിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രവും ഉപദേശിച്ച് മധുവനം എന്ന വനത്തിലേക്ക് പറഞ്ഞയച്ചു. നേരെ നാരദർ വൈകുണ്ഠത്തിലേക്കൊന്ന് പോയി. അവിടെ ചെന്ന് ഭഗവാനോട് പറഞ്ഞു, ഞാനിങ്ങനെ തപസ്സിന് ഒരു കുട്ടിയെ പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ പോയി അനുഗ്രഹിച്ചോളാം. അല്ല, അങ്ങനെയല്ല, ഇത് ചെറിയ കുട്ടിയാണ്, 5 വയസ്സേ ഉള്ളൂ, അതുകൊണ്ട് അധികം ബുദ്ധിമുട്ടിപ്പിക്കരുത്. അങ്ങ് സ്വതവേ മടിയനാണ് ഇവിടുന്ന് അങ്ങനെ പോയി പ്രത്യക്ഷപ്പെടാനൊക്കെ, അതുകൊണ്ട് ചെറിയ കുട്ടിയാണ്, അധികം വിഷമിപ്പിക്കരുത് എന്ന് നാരദരുടെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റും കൂടി കിട്ടി ഭഗവാന്റെ കയ്യിൽ. ഇവിടെ ഭഗവാൻ നാരദരോട് പറഞ്ഞു, നാരദ മഹർഷേ, ഒരു ചെറിയ അന്വേഷണം നടത്തണം. ആരാ ഈ ധ്രുവനെ ഇങ്ങനെ വേദനിപ്പിച്ചത്? നാരദർ നേരെ ഉത്താനപാദൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നു. നോക്കുമ്പോൾ സിംഹാസനത്തിലിരുന്ന് തലയ്ക്ക് കയ്യും കൊടുത്ത് കരയാണ് ഉത്താനപാദൻ. ആ സുരുചിയുടെ വാക്ക് കേട്ടിട്ട് ഞാൻ എൻ്റെ കുട്ടിയെ ഇതാ വിട്ടുകളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നു. എൻ്റെ മകൻ വഴിതെറ്റിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുമ്പോൾ നാരദർ പറഞ്ഞു, വഴി തെറ്റില്ല ചെയ്തത്, നേരായ വഴിക്കാണ് ധ്രുവൻ പോയതെന്ന് മാത്രമല്ല, നാളെ ധ്രുവൻ്റെ അച്ഛൻ എന്ന ഭാവത്തിൽ അങ്ങേക്ക് അഭിമാനിക്കാൻ സാധിക്കും, ഭഗവാനെ സാക്ഷാത്കരിക്കും. അപ്പോൾ ഉത്താനപാദനല്ല ധ്രുവനെ വേദനിപ്പിച്ചത്. എന്നാൽ ഉത്തമനായിരിക്കുമോ? അല്ല, സഹോദരനെ കാണാണ്ട് ഉത്തമനെ വിഷമിക്കുന്നുണ്ട്, സുനീതിയും കരയണുണ്ട്. പക്ഷെ സുരുചിക്ക് അത്ര വലിയ ടെൻഷനൊന്നും തോന്നിയില്ല. സുരുചി നാരദരോട് പറഞ്ഞു, ഇപ്പോൾ ഒരു സമാധാനമുണ്ട്. ഇന്നലെ വരെ ഒരു ചെക്കനുണ്ടായിരുന്നു ഇവിടെ, വല്ലാത്ത ശല്യമായിട്ട്, ഇപ്പോൾ ഒരു സമാധാനമുണ്ട്. അപ്പോൾ നാരദർക്ക് ഉറപ്പായി ഇവളാണ് കാരണം. ചെന്ന് ഭഗവാനോട് പറഞ്ഞു, സുരുചിയാണ്. ഭഗവാൻ ഒരു ചുവന്ന മഷി പെന്നെടുത്ത് ഒരു വര അവിടെ വരച്ചു വെച്ചു, അത്രയേ ഉള്ളൂ. ഏതായാലും ഇവിടെ സർവ്വവിധത്തിലും ധ്രുവൻ മധുവനത്തിലേക്കെത്തി തപസ് തുടങ്ങി. ഭഗവാനെ കണ്ടിട്ടേ കണ്ണു തുറക്കുള്ളൂ, ഭഗവാനെ കണ്ടിട്ടേ താൻ വല്ലതും കഴിക്കുള്ളൂ എന്നൊക്കെ ഉറപ്പിച്ചിട്ടാണ് ധ്രുവൻ തപസ് തുടങ്ങിയത്. പക്ഷേ 3 ദിവസം കഴിയുമ്പോഴേക്കും വിശപ്പും ദാഹവും ഒക്കെ സഹിക്കാൻ പറ്റാണ്ടായി. 5 വയസ്സേ ആയിട്ടുള്ളൂ, എന്നാലും നമ്മളെക്കാൾ ഭേദ. നമ്മളിപ്പോൾ രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ 8:30 ആവാറായോ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്നു, ഭക്ഷണമൊക്കെ കഴിച്ചു. വീണ്ടും അങ്ങനെ ഓരോ മാസം കഴിയും തോറും ആ തപശക്തി കൊണ്ട് ശരീരത്തിൻ്റെ വിചാരവികാരങ്ങളെ മുഴുവൻ മറികടക്കാൻ ധ്രുവന് സാധിച്ചു. കേവലം 5 മാസങ്ങളെ കൊണ്ട് പരിപൂർണമായും പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആധാരമായിരിക്കുന്ന ഭഗവാനെ തൻ്റെ ഹൃദയത്തിൽ വച്ച് ധ്രുവൻ പ്രാണനെപ്പോലും നിരോധം ചെയ്ത് അതിഗംഭീരമായ തപസ്സങ്ങ് തുടങ്ങിയപ്പോൾ ഭൂമിദേവിക്ക് പോലും ധ്രുവനെ താങ്ങി നിർത്താൻ അല്പം പ്രയാസമുണ്ടായി. ദേവന്മാർക്ക്, ഇന്ദ്രാദിദേവന്മാർക്ക് ശ്വാസം കിട്ടാണ്ടായി, പ്രാണരോധം അനുഭവപ്പെട്ടു. അവരൊക്കെ ഓടിച്ചെന്ന് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, ഞങ്ങൾ ദേവന്മാർക്ക് ശ്വാസം കിട്ടുന്നില്ല, വായുദേവൻ്റെ കാറ്റ് പോവുമെന്ന സംശയം, അത്രയ്ക്ക് വിഷമാണിപ്പോൾ, ഞങ്ങൾക്കൊക്കെ പ്രാണരോധം അനുഭവപ്പെടുന്നുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാനും അത്ഭുതമായി. കാരണം നാരദരുടെ ശിഷ്യൻ ചില്ലറക്കാരനല്ല. 5 വയസ്സേ ഉള്ളൂ വെച്ചാലും ഇന്ദ്രാദി ദേവന്മാരെ പോലും ഇങ്ങനെ വിഷമിപ്പിക്കണമെങ്കിൽ അവൻ ചില്ലറക്കാരനല്ല, ഒന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ച് ഭൃത്യതിദൃക്ഷയാഗത. സ്വതവേ തപസ് ചെയ്യുന്ന ആൾക്ക് കാണാനാണ് ഭഗവാൻ അവതരിക്കാറ്. എന്നാൽ ഇവിടെ തപസ് ചെയ്യുന്ന ആളെ കാണണം എന്ന് വിചാരിച്ച് ഭഗവാൻ ധ്രുവൻ്റെ മുൻപിലേക്ക് പുറപ്പെടുകയാണ്. ഇപ്പോൾ സജ്ജനങ്ങൾ പറയാറുണ്ട്, ആ സമയത്ത് ഭഗവാൻ നാരദരെ ഒന്ന് പെട്ടെന്ന് വിളിച്ചു അത്രേ. നാരദരോട് ചോദിച്ചു, അല്ല, ഏത് രൂപ പറഞ്ഞു കൊടുത്തത്?
കാരണം എന്താ വെച്ചാൽ 5 വയസ്സുള്ള കുട്ടിയാണ്. നാരദർ പറഞ്ഞ അതേ രൂപത്തിലല്ല പോയതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇയാളല്ലല്ലോ നാരദർ പറഞ്ഞ വിഷ്ണു എന്ന് സംശയം വന്നാലോ. അപ്പോൾ നാരദർ പറഞ്ഞു കൊടുത്തു ആ രൂപം. അതിനനുസരിച്ച് ഭഗവാൻ മേക്കപ്പൊക്കെ ഇട്ട് ധ്രുവൻ്റെ മുൻപിലായിട്ട് ബഹിസ്ഥിതം തദവസ്ഥം ദദർശ, തൊട്ടു മുൻപിലായിട്ട് അവിടെ അവതരിച്ചു. എന്നാൽ ഹൃദയത്തിൽ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുന്നതായ ധ്രുവൻ കണ്ണു തുറന്നില്ല. ഭഗവാൻ ആ രൂപത്തെ ഒന്ന് മറച്ചതും കണ്ണു തുറന്നതും തൊട്ടു മുൻപിലായിട്ട് ഭഗവാനെ എങ്ങനെ കണ്ടു ധ്രുവൻ. ധ്രുവന് നാരദരോട് തോന്നിയൊരു വിഷമം. നല്ല ഗുരുനാഥനായ ആൾ എന്തേ തപസ് ചെയ്യാനുള്ള രൂപം പറഞ്ഞു തന്നു, തപസ് ചെയ്യാനുള്ള മന്ത്രം പറഞ്ഞു തന്നു, തപസ് ചെയ്യാനുള്ള സ്ഥലം പറഞ്ഞു തന്നു. ഭഗവാൻ വന്നാൽ പിന്നെ എന്താ വേണ്ടതെന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. നമസ്കരിക്കണോ? നമസ്കരിച്ചു. വീണ് നമസ്കരിച്ചു ധ്രുവൻ ഭഗവാന്റെ പാദത്തിലേക്ക്. നമസ്കരിച്ചപ്പോൾ ധ്രുവന് തോന്നി ഇത്ര സുന്ദരനായിട്ട് ഭഗവാൻ മുമ്പിൽ നിൽക്കുമ്പോൾ കമിഴ്ന്ന് കടന്ന് നമസ്കരിച്ചാൽ ഭഗവാനെ കാണാൻ പറ്റുമോ? എഴുന്നേറ്റു, ഭഗവാനെ ഒന്ന് നോക്കി. അപ്പോൾ തോന്നി പ്രദക്ഷിണം വയ്ക്കണമെന്ന്. പ്രദക്ഷിണം വെച്ചു. പ്രദക്ഷിണം വയ്ക്കുമ്പോൾ അതിസുന്ദരമായ ഭഗവാന്റെ തൃക്കരത്തെ കണ്ടപ്പോൾ മടിയൊക്കെയുണ്ട്, എന്നാലും ആ കൈകളൊന്ന് തൊടണമെന്ന് മോഹം. തൊട്ടപ്പോൾ ധ്രുവനൊരു സംശയം, ഒന്ന് ചുംബിച്ചാലോ? ഭഗവാന്റെ മഹാലക്ഷ്മി പോലും ഒന്ന് തലോടൽ ആഗ്രഹിക്കുന്ന ആ കൈകളെ കൊണ്ട് ആ കൈകളെ എടുത്ത് ചുംബൻ നിവാസ്യേന, 5 വയസ്സുള്ള ആ കുട്ടി ഭക്തിയോടെ ഒരു ചുംബനം ഭഗവാൻ അവിടെ കൊടുത്തു. ധ്രുവൻ്റെ ഈ ഭക്തി പ്രകടനം കണ്ട് ഭഗവാന് തോന്നി ഈ കുട്ടിക്കിപ്പോൾ തന്നെ ഒന്ന് സ്തുതിക്കണം എന്ന് മോഹം ഉണ്ടാവും. 5 വയസ്സുള്ള ഒരു കുട്ടി വിചാരിച്ചാൽ വേദാന്ത പൊരുളായ ഭഗവാനെ സ്തുതിക്കാൻ പറ്റുമോ? ധ്രുവം വിചാരിച്ചാൽ പറ്റുമോ? പറ്റില്ല. പക്ഷെ പറ്റും. ആര് വിചാരിച്ചാൽ? ഭഗവാൻ വിചാരിച്ചാൽ സാധിക്കും. മൂകം കരോതി വാചാലം. ഇവിടെ സർവ്വവിധത്തിലും തൻ്റെ ജ്ഞാനമയമായ ആ ശംഖുകൊണ്ട് ധ്രുവൻ്റെ കവിൾത്തടത്തിൽ ഭഗവാൻ ഒന്ന് സ്പർശിച്ചതും ഭഗവത് കൃപ ആ ധ്രുവനിലേക്ക് വേണ്ടതുപോലെ അവിടെ ഒഴുകി. അവിടെ ധ്രുവൻ അതിഗംഭീരമായിട്ട് സ്തുതിക്കുന്നു. യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംന അന്യാം ശകസ്തചരണശ്രവണത്വഗാദിൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. തൊട്ടു മുൻപിൽ ഭഗവാൻ നിൽക്കുന്നുണ്ട്. തൊട്ടു മുൻപിൽ ഭഗവാൻ നിൽക്കുന്നുണ്ടെങ്കിലും ധ്രുവ സ്തുതിക്കുന്നത് മുൻപിലുള്ള ഭഗവാനെയല്ല, പിന്നെയോ തൻ്റെ ഉള്ളിലുള്ള ഭഗവാനെയാണ്. കാരണം ധ്രുവം പറയുന്നു ഉള്ളിൽ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടല്ലേ മുൻപിലുള്ള ഭഗവാനെ കണ്ടുകൊണ്ട് കാണാൻ പറ്റുന്നത്. ഉള്ളിലുള്ള ഭഗവാന്റെ കാരുണ്യം കൊണ്ടല്ലേ ഈ നാവ് കൊണ്ട് ഭഗവാനെ പുറത്തൊന്ന് സ്തുതിക്കാൻ പറ്റുന്നത്. ഇങ്ങനെ എൻ്റെ കരചരണാദ്യ അവയവങ്ങൾക്കെല്ലാം ഇന്ന് ഭഗവാനെ സേവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ ഭഗവാൻ എൻ്റെ ഉള്ളിൽ പ്രാണനായി ശോഭിക്കുന്നത് കൊണ്ടല്ലേ. പ്രാണാൻ നമോ ഭഗവതേ. സർവവിധത്തിലും ഭഗവാനെ സേവിക്കാൻ ഇപ്പോൾ നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് നാമം ജപിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ പാടാനൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഭഗവാൻ തന്നെ ഉള്ളിലിരുന്ന് ചെയ്യുന്ന അനുഗ്രഹം അല്ലേ. ഇവിടുന്ന് ഗുരുവായൂരേക്ക് ലീവെടുത്ത് വളരെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്തു. അവിടെ ചെന്നു 6 മണിക്കൂർ ക്യൂ നിന്നു. ആരെ കാണാൻ? ഭഗവാനെ കാണാൻ. കണ്ണ് മിഴിച്ച് ക്യൂ നിന്ന ആളാണ്. കണ്ണ് തുറന്ന് ക്യൂ നിന്നു. നടന്ന് 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 ഗുരുവായൂരപ്പൻ്റെ മുൻപിൽ അവിടെ എത്തി. എത്ര സമയം തൊഴാൻ കിട്ടും? 1-2 സെക്കൻഡ് അല്ലേ. അപ്പോഴേക്ക് നടക്കൂന്ന് അഖണ്ഡനാമം ജപിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ നമ്മളെ പിടിച്ചങ്ങ് തള്ളും. നമ്മളെ തള്ളുമ്പോൾ മാത്രമാണ് നമുക്ക് വിഷമം അല്ലേ. അതിന് മുമ്പിലുള്ള ആൾക്കാരൊക്കെ തള്ളുമ്പോൾ നമുക്ക് സന്തോഷം. അല്ല, അവരെ കുറ്റം പറയാൻ പറ്റില്ല. എന്താ അറിയോ, അവർ തള്ളുന്നത് കൊണ്ടാണ് ഗുരുവായൂർ ഇത്രയും ആൾക്കാർ ഒരു ദിവസം തൊഴുന്നത് അല്ലേ. അല്ല, നമ്മളോടിപ്പോൾ ഒരാൾ പറഞ്ഞു വിചാരിക്കുക, നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും ഗുരുവായൂരപ്പനെ തൊഴുതോളൂ, എന്നിട്ട് മതി അടുത്ത ആൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഗുരുവായൂർ എത്ര ആൾ തൊഴും? രാവിലെ ഒരാൾ, വൈകുന്നേരം ഒരാൾ, 2 ആൾ. കാരണം ഗുരുവായൂരപ്പനെ തൊഴുതിട്ട് മതി എന്ന് ഒരാളും ഇന്നേ വരെ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ കിട്ടുന്ന ഒരു സമയം, ഇത്രയും സമയം കണ്ണ് തുറന്ന് നിന്ന ആൾ കിട്ടുന്ന ഒരു സമയം എങ്ങനെ തൊഴണം?
6 മണിക്കൂർ ക്യൂ നിന്നപ്പോൾ തുറന്നതുപോലെ ഗുരുവായൂരപ്പനെ കണ്ണു തുറന്ന് കാണുക വേണ്ടത്. പക്ഷെ എന്ത് ചെയ്യാം, ഒരു നിമിഷം ആ ഭഗവാനെ കാണുമ്പോഴേക്കും അല്ലേ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ കണ്ണൊന്നടയണമെങ്കിൽ ശരിക്കും നമ്മൾ ശ്രീലകത്താണോ ഭഗവാനെ കാണുന്നത്, അല്ല ഒന്ന് കണ്ണടച്ചപ്പോൾ ഹൃദയത്തിലാണോ? സംശയമില്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ പുറത്തുള്ളതായ ഭഗവാനെ ഈ കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയശ്രീലകത്ത് ആ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ്. ഇവിടെ സർവ്വവിധത്തിലും ഏകമായിരിക്കുന്ന അങ്ങയെ പലവിധത്തിലുള്ളതായ ഭാവത്തിൽ മായ ഈ ലോകത്തിൽ ആൾക്കാരെ കൊണ്ട് ഭ്രമിപ്പിക്കുമ്പോൾ സർവ്വവിധത്തിലും ആ മായയെ ജയിച്ച് ആർത്തബന്ധുവായ അങ്ങയെ ആശ്രയിക്കാൻ എനിക്ക് സാധിക്കണം. ദേവേന്ദ്രൻ്റെ ഉദ്യാനത്തിലൊരു വൃക്ഷമുണ്ടത്രേ, പാരിജാതം, കൽപ്പകതരു അല്ലേ. അത് എല്ലാം വേണ്ടതെല്ലാം പറഞ്ഞതെല്ലാം കൊടുക്കുന്ന, ഈ പറഞ്ഞതും വേണ്ടുന്നതും ചിന്തിക്കുന്നതൊക്കെ കിട്ടിയാലാണ് ശരിക്കും അധികം കുഴപ്പം അല്ലേ. ഞാൻ വിചാരിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ, ഞാൻ വിചാരിക്കണ പോലെയൊക്കെ നടക്കണമെങ്കിൽ എത്ര സുഖമായിരിക്കും. നിങ്ങളും വിചാരിക്കാറില്ലേ? നമ്മൾ വിചാരിക്കുന്നത് പോലെയൊക്കെ നടക്കണമെങ്കിൽ സുഖമായിരിക്കുമെന്ന് വിചാരിക്കാറില്ലേ? എന്നാൽ സത്യം എന്താ അറിയോ, നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കാൻ തുടങ്ങിയാൽ ഇപ്പോഴുള്ള സമാധാനം കൂടി നമുക്കുണ്ടാവില്ല. കാരണം നമ്മൾ അധികവും വേണ്ടാത്തത് ആദ്യം വിചാരിക്കുക അല്ലേ. രാത്രിയിൽ 2 മണിക്ക് ഫോൺ ബെല്ലടിച്ചാൽ, രാത്രിയിൽ 2 മണിക്ക് ഫോൺ ബെല്ലടിച്ചാൽ നല്ലത് വിചാരിക്കുമോ നമ്മൾ? കല്യാണത്തിന് പറയാനാവും എന്ന് വിചാരിക്കുമോ? ഇല്ല. 2 മണിക്ക് ഫോൺ വിളിച്ചാൽ നമ്മളപ്പോൾ ഉറപ്പിച്ചു ആർക്കോ എവിടെയോ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, ഉറപ്പാണ് അല്ലേ. മുറ്റത്ത് കളിക്കുന്ന കുട്ടിയെ കാണാണ്ടായാൽ ആദ്യം കിണറ്റിലേക്ക് നോക്കണ അമ്മമാരുണ്ട്. അപ്പോൾ വിചാരിച്ചത് നടക്കാൻ തുടങ്ങിയാലോ അതധികം ടെൻഷനാവുക. അപ്പോൾ അങ്ങനെയുള്ള കൽപ്പകതരുവിനേക്കാൾ ഭഗവാനെ അങ്ങയ്ക്ക് മഹാത്മ്യമുണ്ട്. കാരണം വേണ്ടുന്നത് കൊടുക്കും, വേണ്ടുന്നതിനും അപ്പുറം കൊടുക്കും. അല്ല, തന്നെ തന്നെ നൽകുന്നവനാണ് അങ്ങ്. അങ്ങനെയുള്ളതായ അങ്ങയെ ആശ്രയിച്ചും സർവവിധത്തിലും അങ്ങയുടെ അതിസുന്ദരമായ കഥകളെ, കഥാമൃതപാനമത്ത ആ ഭഗവത് കഥകളെ എല്ലാ തരത്തിലും കുടിച്ച് ആസ്വദിച്ചുകൊണ്ട് മത്തനായിട്ട് ഈ ഭവസാഗരത്തെ തരണം ചെയ്യാനും സാധിക്കണേ എന്ന് തുടങ്ങി അതിഗംഭീരമായി ധ്രുവൻ സ്തുതിച്ച് ഒടുവിൽ ഭഗവാനോട് പറഞ്ഞു, ആശ്രയവ വത്സകം അനുഗ്രഹകാതരോസ്മാൻ. ഭഗവാനെ, ഒരു പ്രസവിച്ച പശു തൻ്റെ കുട്ടിയോട് കാണിക്കുന്ന വാത്സല്യം എന്താണോ അതെന്നോടുണ്ടാവണേന്ന് അല്ലേ. ഒരു തള്ളപ്പശുവിന് പ്രസവിച്ച സമയത്ത് ആ പശുക്കുട്ടിയോടുള്ള ഒരു വാത്സല്യം അതെന്നോടുണ്ടാവണേന്നാണ്. ഇതിപ്പോൾ പശുവുള്ള കാലത്ത് പറഞ്ഞാൽ ഈ ഉദാഹരണം മനസ്സിലാവും. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ, ഈ തള്ളപ്പശു പ്രസവിച്ച സമയത്ത് നമുക്ക് കാണാം സ്വന്തം യജമാനൻ പോലും തൻ്റെ കുട്ടിയുടെ അടുത്തേക്ക് വരുമ്പോൾ അമ്മയ്ക്കൊരു പേടിയാണ്, എടുത്തു കൊണ്ടുപോവോ എന്നുള്ള പേടി. പക്ഷേ ഈ പശുക്കുട്ടിക്ക് പശുക്കുട്ടിക്ക് 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും പശുക്കുട്ടി നടക്കാൻ തുടങ്ങും. നടക്കാനൊക്കെ തുടങ്ങുമ്പോഴേക്കും ഇവൻ അഹങ്കാരം കയറും. ജനിച്ച 1 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും പശുക്കുട്ടിക്ക് താൻ അമ്മയേക്കാൾ വലിയ പശുവായി എന്നൊക്കെ അഹങ്കാരം തോന്നും. അപ്പം നമുക്ക് കാണാം അമ്മ പുല്ല് തിന്നുമ്പോൾ ഇതും അതുപോലെ പോയി പുല്ല് തിന്നാനൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ കളിയൊക്കെ ആ ഭാവമൊക്കെ കണ്ടാൽ അമ്മയേക്കാൾ വലിയ പശു. അമ്മ വെള്ളം കുടിക്കാൻ ബക്കറ്റിലേക്ക് വെള്ളത്തിലേക്ക് അപ്പോൾ ഈ പശുക്കുട്ടി പോയിട്ട് അതിൽ വെള്ളമിടും, മൂക്കിടും, തലയിട്ടിട്ട് മൂക്കിലും വായലൊക്കെ വെള്ളം കയറി വേവലാതിപ്പെടുന്നത് കാണാം. ഇങ്ങനെ അമ്മയേക്കാൾ വലുതായി എന്നുള്ള അഹങ്കാരത്തിൽ ഇവൻ അമ്മയെ അങ്ങ് മറക്കും. അപ്പോൾ ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞാൽ ഈ പശുക്കുട്ടി പുല്ല് തിന്നാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് കാണാം ഇവിടുന്ന് കുറച്ച് കടിക്കും, അപ്പോൾ തോന്നും തൊട്ടപ്പുറത്ത് അധികം പുല്ലുണ്ട്, അവിടെ പോയി കടിക്കും, അപ്പോൾ തോന്നും അപ്പുറത്ത് അധികം പുല്ലുണ്ട്. ഇങ്ങനെ തൻ്റെ അമ്മയെ മറന്ന് ഈ പുല്ല് തിന്ന് പശുക്കുട്ടി ദൂരത്തേക്ക് പോവും. പക്ഷേ എത്ര ദൂരത്തേക്ക് ആ പശുക്കുട്ടി പോയാലും ഈ അമ്മയുടെ ഒരു കണ്ണ് തൻ്റെ കുട്ടിയുടെ ദേഹത്തുണ്ടാവും. വല്ല അപകടവും ആ കുട്ടിക്കുണ്ടെങ്കിൽ, വരാനിടയുണ്ടെങ്കിൽ, തൻ്റെ കണ്ണിൽ നിന്നും ആ കുട്ടി മറഞ്ഞു പോകുന്നു എന്നുള്ള സമയത്തുമ്പോൾ അപ്പോൾ നമുക്ക് കാണാം
ഈ തള്ളപ്പശു ഒന്ന് മുഖമുയർത്തി ചെവിയൊന്ന് കൂർപ്പിച്ച് തൻ്റെ കുട്ടിയെ നോക്കി ഒന്ന് മൂളും. ആ ഒരു മൂളൽ കേൾക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ പശുക്കുട്ടി നോക്കുക. അപ്പോഴാണ് താൻ അമ്മയുടെ അടുത്തുനിന്ന് എത്രയോ ദൂരത്തെത്തിയെന്ന് മനസ്സിലാക്കുക. പേടിയായി അവിടുന്ന് അമ്മയുടെ അടുത്തേക്ക് തിരിച്ചൊരോട്ടുണ്ട്. അമ്മയുടെ ആ ഒരു വിളി കേൾക്കുമ്പോൾ പിറകിലുള്ള 2 കാലുകളും മുകളിലേക്ക് കുടഞ്ഞ ആ പശുക്കുട്ടി ഓടി അമ്മയുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഈ അമ്മ പശുക്കുട്ടിയെ ശകാരിക്കണത് കാണാം. എന്താ വെച്ചാൽ, എന്താ നീ അപകടത്തിൽ പോവുമായിരുന്നില്ലേ, നീ എന്തിനാ എന്നെ വിട്ടു പോയതെന്നൊക്കെ പറയുമ്പോൾ ഈ പശുക്കുട്ടി അമ്മയോട് പറയും, ഞാൻ പുല്ല് തിന്നാൻ വേണ്ടി പോയതാ, അമ്മ ഇപ്പോൾ വിളിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അപകടത്തിൽ പെടുമായിരുന്നു കേട്ടോ എന്ന ഭാവത്തിൽ ആ പശുക്കുട്ടി അങ്ങനെ അമ്മയുടെ അടുത്ത് വന്ന് ക്ഷമ പറയുമ്പോൾ തൻ്റെ നാവ് കൊണ്ട് തൻ്റെ കുട്ടിയെ നക്കി 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 ഓമനിച്ച് തൻ്റെ അകിട്ടിലേക്ക് ചേർത്ത് നിർത്തി തൻ്റെ പാല് ചുരന്നു കൊടുക്കുന്ന ഒരമ്മയുടെ സ്നേഹം. ഭഗവാനെ, ആനന്ദസ്വരൂപനാണ് അങ്ങ്, നിത്യാനന്ദ സ്വരൂപനായ അങ്ങയിലാണ് ആനന്ദം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ വിഷയമാകുന്ന പുല്ലുകൾ കണ്ട് ചിലപ്പോൾ അങ്ങയെ വിട്ട് ഞങ്ങൾ പോവാറുണ്ട്. അതല്ലേ സുഖം, അതിനപ്പുറത്തുള്ളതല്ലേ സുഖം എന്ന ഭാവത്തിൽ അങ്ങയെ മറന്ന് വിഷയമാകുന്ന പുല്ലു തേടി ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ അങ്ങയെ കാണുന്നില്ലെങ്കിലും അങ്ങ് ഞങ്ങളെ നോക്കണം. ഏതെങ്കിലും തരത്തിലൊരു ആപത്തിലേക്ക് ഞങ്ങൾ പെടുന്നു എന്ന അവസ്ഥയെത്തുമ്പോൾ ആ തള്ളപ്പശു വിളിച്ചതുപോലെ ഞങ്ങളെ വീണ്ടും ഈ ഭാഗവത രംഗത്തിലേക്കെത്തി ഭഗവത് കഥകളാകുന്ന ആനന്ദ പീയൂഷത്തെ ചുരന്നു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന ആ ധ്രുവൻ്റെ ഒരു വാക്ക്. അത് കേട്ടതും ഭഗവാൻ പറഞ്ഞു ധ്രുവനോട്, 36,000 വർഷം രാജ്യഭരണം നടത്തി ബദരികാശ്രമത്തിലേക്കെത്തി എന്നെ ധ്യാനിച്ച് ധ്രുവലോകത്തിലേക്ക് എത്തിച്ചേർന്നോളൂ എന്ന് പറയലും ഭഗവാൻ അപ്രത്യക്ഷാവലും കഴിഞ്ഞു. എന്താ ഇത്ര തിരക്ക് ഭഗവാന് എന്നാണെങ്കിൽ ഭഗവാൻ അറിയാം, ഇനി ഒരു നിമിഷം ഇവിടെ നിന്നാൽ അടുത്ത ധ്രുവൻ്റെ വാക്കെന്താവും? ന പാരമേഷ്ഠ്യം നരസാധിപത്യം, എനിക്ക് ഒന്നും വേണ്ടാന്ന് പറയും. അപ്പോൾ 6 മാസം കൊണ്ട് താൻ പണി കഴിപ്പിച്ച ധ്രുവലോകം വെറുതെയാവും. അതുകൊണ്ട് അതിനു മുമ്പേ ഭഗവാൻ അനുഗ്രഹിച്ച് അവിടുന്ന് അന്തർധാനം ചെയ്തു. സ്വതവേ ഭഗവാനെ കണ്ട് ഭഗവാനിൽ നിന്ന് വരം വാങ്ങി വരുന്ന ആൾക്കാരൊക്കെ സന്തോഷിച്ചിട്ടാണ് വരിക. എന്നാൽ ഇവിടെ നാദിപ്രീതോഭ്യകാൽപുരം അത്ര സന്തോഷത്തിലല്ല ധ്രുവൻ്റെ വരവ്. ഇത് കേട്ടപ്പോൾ വിതുരൻ ചോദിച്ചു, അതിദുർലഭമായിരിക്കുന്ന ഭഗവാനെ ഇത്ര പെട്ടെന്ന് സാക്ഷാത്കരിച്ചിട്ടും ധ്രുവൻ എന്തേ മനസ്സിന് ദുഃഖമുണ്ടായത്? മറ്റൊന്നുമല്ല, ആനന്ദസ്വരൂപനായ ഭഗവാൻ, യോഗീശ്വരന്മാർക്ക് കാണാൻ പോലും കിട്ടാത്ത ആ ഭഗവാനെ തനിക്ക് കാണാൻ സാധിച്ചു. എന്നിട്ടും ഈ 36,000 കൊല്ലം രാജ്യഭരണം ഇതൊക്കെയല്ലേ തനിക്ക് വരമായി വാങ്ങാൻ തോന്നിയത്? ഭഗവാനോട് താൻ ഭക്തി വേണമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ അത് ആത്മാർത്ഥതയോടെ ആവില്ല. അതുകൊണ്ടായിരിക്കും ഭഗവാൻ ഭക്തി തരാത്തത്. തനിക്ക് ഭക്തി കൊണ്ടാണോ ഈ രാജ്യഭരണമൊക്കെ തനിക്ക് തന്നുപോയത്? അപ്പം ഭക്തി ചോദിച്ചിട്ടില്ല ഭഗവാനോട് എന്നൊരു വിഷമം ധ്രുവനുണ്ടായി. ഏതായാലും അപ്പോഴേക്കും നാരദർ വന്ന് ഇവിടെ ഉത്താനപാദ മഹാരാജാവിനോട് പറഞ്ഞു, ഭഗവാനെ സാക്ഷാത്കരിച്ച് പുത്രൻ വരണുണ്ട് എന്നുള്ളതായ വാർത്ത. അന്ന് രാജ്യം മുഴുവൻ അണിയിച്ചൊരുക്കി ധ്രുവനെ അവരൊക്കെ സ്വീകരിക്കുന്നതായ രംഗം. ധ്രുവൻ കയറി വന്നതും ഉത്താനപാദൻ ഓടി വന്ന് ആ ധ്രുവനെ ആലിംഗനം ചെയ്തു, മടിയിലിരുത്തി മാറിലിരുത്തി സർവ്വവിധത്തിലും ആ പുത്രനെ ഓമനിച്ചു. ധ്രുവൻ ആദ്യം നമസ്കരിച്ചത് സുരുചിയെ ആണത്രേ. അന്നൊരു ചീത്ത വിളിച്ചത് നന്നായി. അപ്പോൾ എന്താ, ഭക്തന്മാരുടെ ജീവിതത്തിൽ ദുഃഖം ഉണ്ടാവില്ല എന്നല്ല, പക്ഷേ ഭഗവാനെ സേവിച്ച് കുറേ കഴിയുമ്പോൾ ആ ദുഃഖം വന്നതും കാലിന് വാതരോഗം വന്നതും നന്നായി എന്ന് ഗുരുവായൂരപ്പനെ സേവിച്ചു തുടങ്ങിയപ്പോൾ മേൽപ്പത്തൂരിന് തോന്നിയതുപോലെ സുരുചിയോടും ധ്രുവന് ഒരു തരത്തിലുള്ളതായ വിദ്വേഷവും പിന്നെ ഉണ്ടായില്ല. അതുപോലെ സുരുചിക്ക് തിരിച്ചും ഭഗവാൻ അനുഗ്രഹിച്ച ആ ധ്രുവനോട് എന്തെന്നില്ലാത്ത വാത്സല്യം. ഉത്തമനും പരസ്പരം ആലിംഗനം ചെയ്തു. സുനീതിരസ്യ ജനനീ, സുനീതി എന്ന അമ്മ ലോകം മുഴുവൻ തൻ്റെ മകനെ അങ്ങനെ പൂജിക്കണത് കണ്ട് സന്തോഷിക്കുന്നതായ സമയത്ത് ഓടിച്ചെന്ന് അമ്മയെ നമസ്കരിച്ചു, വാരിപ്പുണർന്ന് അങ്ങനെ അനേക കാലം അവർ സന്തോഷത്തോടെ കഴിഞ്ഞു. ഉത്തമനെ
ധ്രുവനെ ഒക്കെ രാജ്യകാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് ഉത്താനപാദൻ തപസ്സിനായിട്ട് പോയി. ഇവിടെ ഉത്തമൻ യക്ഷന്മാരുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ മരിച്ചു. അപ്പോഴാണ് മുമ്പ് ഒരു ചുവന്ന മഷി പെണ്ണെടുത്തിട്ട് ഒരു വര വരച്ചിട്ടില്ലേ, ഇവിടെ സുരുചി കാട്ടുതീയിൽപ്പെട്ട് വെന്തു മരിച്ചു. കർമ്മഫലം എന്നേ പറയുള്ളൂ. ഏതായാലും ഇവിടെ യക്ഷന്മാരോട് ധ്രുവന് വല്ലാത്ത വിദ്വേഷം ഉണ്ടായി. അതിഗംഭീരമായിട്ടുള്ള യുദ്ധം തുടങ്ങി യക്ഷന്മാരുമായിട്ട്. അവർ പലവിധത്തിലുള്ള മായകളെ പ്രയോഗിച്ചപ്പോൾ ഋഷീശ്വരന്മാരുടെ നിർദ്ദേശപ്രകാരം ധ്രുവൻ ആ മായകളെയെല്ലാം ഭഗവത് ഭക്തി കൊണ്ട് ജയിച്ചു. യുദ്ധം തുടരുന്നതായ സമയത്ത് യക്ഷസമൂഹം തന്നെ നശിച്ചു പോകുമെന്നുള്ളതായ അവസ്ഥയെത്തിയതും യക്ഷന്മാരുടെ അധിപതിയായ കുബേരൻ സ്വയംഭുവമനുവിനെ ചെന്ന് കണ്ടു. മുത്തശ്ശനോട് പറഞ്ഞു, പേരക്കുട്ടിയൊന്ന് ഉപദേശിക്കാനായിട്ട് പറഞ്ഞതും സ്വയംഭുവമനു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ധ്രുവൻ്റെ മുൻപിൽ അവതരിച്ചു. യുദ്ധം ചെയ്യണതിനിടയിൽ മുത്തശ്ശനെ അങ്ങ് കണ്ടതും വേഗം ധ്രുവൻ ആ സ്വയംഭുവമനുവിനെ നമസ്കരിച്ചു. ധ്രുവനോട് പറഞ്ഞു, യക്ഷന്മാർ കാരണമാണ് ഉത്തമൻ മരിച്ചത് എന്ന് സാധാരണ ആൾക്കാർ വിചാരിക്കും. പക്ഷേ അങ്ങ് ഭഗവാനെ സാക്ഷാത്കരിച്ച ആളല്ലേ. ഒരാൾ ജനിക്കുന്നതിനും മരിക്കുന്നതിനൊക്കെ കാലവും അവരുടെ കർമ്മഫലവുമൊക്കെയാണ് ഹേതു എന്ന് മനസ്സിലാക്കാൻ അങ്ങയ്ക്ക് സാധിക്കണം. അങ്ങ് ഭഗവത് ഭക്തനല്ലേ. 5 വയസ്സിൽ ഭഗവാനെ സാക്ഷാത്കരിച്ച ആളല്ലേ. അതുകൊണ്ട് ഒരു തരത്തിലും യക്ഷന്മാരോട് വിരോധം ഉണ്ടാവരുത് എന്ന ആ മുത്തശ്ശൻ്റെ വാക്ക് കേൾക്കേണ്ട താമസം ധ്രുവൻ്റെ ആ കുബേരനോടുള്ളതായ വിദ്വേഷമൊക്കെ അവിടെ ഇല്ലാണ്ടായി. എന്നു മാത്രമല്ല, ഓടിച്ചെന്ന് ആ കുബേരൻ്റെ പാദത്തിലേക്ക് വീണ് നമസ്കരിച്ചു. കുബേരന് പോലും അത്ഭുതമായി. കാരണം തൊട്ടു മുൻപ് വരെ തന്നോട് എന്തൊന്നില്ലാത്ത ശത്രുതയോടെ വന്ന ധ്രുവൻ ഇങ്ങനെ ഒരു നിമിഷം കൊണ്ട് ശത്രുതയെ കളഞ്ഞു വെച്ചാൽ അത് ഭക്തന്മാരുടെ, വിഷ്ണു ഭക്തന്മാരുടെ മഹാത്മ്യം തന്നെയാണ്. വീണ് നമസ്കരിച്ച ധ്രുവനോട് കുബേരൻ ചോദിച്ചു, ഞാൻ എന്താ സമ്പത്തായിട്ട് തരേണ്ടത്? കുബേരനാണല്ലോ സമ്പത്തിൻ്റെ അധിപതി. അതുകൊണ്ട് എത്ര വേണമെങ്കിലും ചോദിക്കാം അല്ലേ. ബ്ലാങ്ക് ചെക്കാ കൊടുക്കാൻ പോണത്. എത്ര വേണമെങ്കിലും എഴുതിയെടുത്തോളൂ, എന്ത് സമ്പത്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴാണ് ധ്രുവൻ ആലോചിച്ചത്. അന്ന് ഭഗവാനോട് ചോദിക്കാൻ വിട്ടുപോയ ഒന്നുണ്ട്. എന്ത്? ഭക്തി എന്നുള്ള സമ്പത്ത്. ആ ഭക്തി, ഭഗവത് ഭക്തി എനിക്ക് വേണ്ടതുപോലെ ഉണ്ടാവണേ. പത്മനാഭനായ ഭഗവാനിലേക്ക് എല്ലാ തരത്തിലും ഇളകാത്തതായ ഭക്തി എനിക്കുണ്ടാവണേ എന്ന് തൻ്റെ പാദത്തിൽ നമസ്കരിച്ച ആ ധ്രുവൻ പ്രാർത്ഥിച്ചപ്പോൾ കുബേരൻ്റെ കണ്ണുകൾ പോലും നിറഞ്ഞുപോയി. പതുക്കെ ആ ധ്രുവനെ എഴുന്നേൽപ്പിച്ചിട്ട് ചോദിച്ചു, ആരാ ഇങ്ങനൊരു ഭക്തി തന്നത്? ആരാ ഗുരുനാഥൻ? ചോദിച്ചപ്പോൾ ധ്രുവൻ പറഞ്ഞു, നാരദ മഹർഷിയാണ്. അന്ന് ആ കുബേരൻ മനസ്സിലൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടാവണം. ഹേ നാരദ മഹർഷേ, എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ എൻ്റെ കൊട്ടാരത്തിലേക്കൊന്ന് വരണം. എന്തേ? അവിടെ എനിക്കുമുണ്ട് 2 മക്കൾ, മഹാഹങ്കാരികൾ അല്ലേ. അഹങ്കാരം തലയ്ക്ക് പിടിച്ച് സമ്പത്തിൽ അഹങ്കരിച്ച് നടക്കുന്ന 2 കുട്ടികൾ എനിക്കുമുണ്ട്. ഈ ധ്രുവനെ പോലെ മിടുമിടുക്കന്മാരാക്കി ഭക്തന്മാരാക്കി ഒന്ന് തരണേ നാരദരെ എന്ന് കുബേരൻ പ്രാർത്ഥിച്ചത് കൊണ്ടാവാം. വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായാം. അമ്പാടിയിൽ ആ നന്ദഗോപരുടെ മുറ്റത്ത് മരുതുവൃക്ഷങ്ങളായി കൃഷ്ണലീലകളെ മുഴുവൻ കണ്ട് ഒടുവിൽ ഭഗവത് പാദത്തിലേക്ക് നമസ്കരിച്ച് ഭക്തി മാത്രം മതി എന്ന് ആ കുബേരപുത്രന്മാരെ കൊണ്ട് പറയിപ്പിച്ചതും ഈ നാരദര് തന്നെയാണ്. ഏതായാലും അനേക കാലം രാജ്യഭരണം നടത്തി ബദരികാശ്രമത്തിലെത്തി കഠിനമായ തപസ്സിനൊടുവിൽ സുനന്ദനന്ദന്മാർ കൊണ്ടുവന്നതായ ആ വിമാനത്തിലേക്ക് മൃത്യോർമൂർത്തിപദം ദത്വ, മൃത്യോർമ അമൃതം ഗമയ എന്ന ഭാവത്തിൽ മൃത്യുവിനെ മറികടന്ന പരമഭക്തനായ ധ്രുവൻ കയറുന്നതും വിമാനം അവിടുന്ന് പറന്നുയരുന്നതുമായ രംഗം. സ്വതവേ ആ പാർഷദന്മാർ ധ്രുവൻ്റെ മുഖത്തേക്കൊരു നോട്ടം നോക്കുമ്പോൾ ഒരു സന്തോഷമൊന്നും കാണുന്നില്ല. അന്ന് ധ്രുവൻ ഭഗവാനെ കണ്ടിട്ട് വരുമ്പോഴും സന്തോഷം ഉണ്ടായിട്ടില്ല. ഇപ്പോഴെന്താ വിഷയം? അപ്പോൾ ധ്രുവൻ ചോദിച്ചു, അല്ല ഈ വിമാനത്തിൽ ഇപ്പുറത്തും സീറ്റ് ഉണ്ടല്ലോ, ഇവിടെ വേണമെങ്കിൽ ഒരാളും കൂടി ഇരുത്താൻ പറ്റില്ലേ? ഇരുത്താൻ പറ്റുമൊക്കെ ചെയ്യും. ആരെയാ? ഇങ്ങനെ ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അമ്മയല്ലേ കാരണം. സുനീതി എന്ന അമ്മ കുട്ടിക്കാലം മുതൽ എന്നിലേക്ക് ഭഗവത് ഭക്തി പകർത്തി തന്നതാണ് എന്നുണ്ടെങ്കിൽ അമ്മയെ കൂടി എനിക്ക് ഒപ്പം കൂട്ടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോഴാണ്, ഹേ ധ്രുവ, അങ്ങ് എന്തേ ഭഗവാനെക്കുറിച്ച് കരുതിയത്?
അങ്ങയെപ്പോലെ ഒരു ഭാഗവതന് ജന്മം നൽകി എന്നുള്ളൊരു കാരണം മതി സുനീതി എന്ന അമ്മയ്ക്ക് സദ്ഗതി കിട്ടാൻ. പുരോയാനേന ഗച്ഛതി, ഒന്ന് മുകളിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞ് ആ ധ്രുവൻ ഒന്ന് മുകളിലേക്ക് നോക്കിയപ്പോഴാണ് അതിസുന്ദരമായൊരു വിമാനത്തിൽ ധ്രുവനേക്കാൾ മുകളിൽ ആ സുനീതി എന്ന അമ്മയെ പാർഷദന്മാർ മുകളിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടത്. സർവ്വവിധത്തിലും ജ്വലിക്കുന്ന ഒരു നക്ഷത്ര തേജസ്സോടെ പരമഭാഗവതനായ ധ്രുവനും സുനീതിയും ഭാഗവതത്തിൽ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് ഇന്നും ശോഭിക്കുന്നു എന്ന് വർണ്ണിച്ചിട്ടാണ് ആ ധ്രുവചരിതം എന്ന പ്രകരണം ഭഗവത്പാദത്തിലേക്ക് സമർപ്പിക്കുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.